ഇതൊരു ട്യൂട്ടോറിയൽ വീഡിയോ ആണ്. ഇവൻ്റെ ഫ്രണ്ടാണ് ഫാദിൽ. അപ്പോൾ ഇവനക്കൊരു സോഫ, ചെയർസ് അങ്ങനെയൊക്കെ ഉണ്ടാക്കുന്ന ഒരു ഫർണിച്ചർ ടൈപ്പ് കമ്പനി ഉണ്ട്. അപ്പോൾ ഇവന് ഇടയ്ക്കിടയ്ക്ക് വരും ഇതെങ്ങനെ ഈ പ്രൊഡക്റ്റ് എങ്ങനെ ഒരു പോസ്റ്റർ പോലെ ആക്കുക, ഡിസൈൻ ചെയ്യാന്നുള്ളത്. അപ്പോൾ ഇവൻ ക്യാൻവയിലൊക്കെ ഇട്ട് കുറേ ടൈം എടുത്തിട്ട് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. അപ്പോൾ നിങ്ങൾക്കൊക്കെ കുറേ ബിസിനസ്സുകളും പ്രൊഡക്റ്റുകളും ഇത് സെല് ചെയ്യാനും ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആ സാധനങ്ങളൊക്കെ ചെയ്യാനുണ്ടാവും. അപ്പോൾ ഇത് ഏതായാലും ഇവർക്ക് പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അത് നമുക്കൊരു വീഡിയോ ആക്കിയിട്ട് ചെയ്താൽ ബാക്കിയുള്ളവർക്കും പഠിക്കാമല്ലോ എന്ന് കരുതിയിട്ടാണ് ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ, അപ്പോൾ നമുക്ക് സോഫ ഒന്നും വേണ്ട, നമുക്ക് ഇത് വെച്ചിട്ടൊന്ന് മാർക്കറ്റ് ചെയ്യുന്ന രീതിയിൽ ഫ്രം സ്ക്രാച്ച് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ ഒരു ഫോട്ടോ എടുത്തിട്ട് ഒന്ന് വാട്സപ്പിൽ ചെയ്തോ. ഇവിടെ വെച്ചോ, എന്നിട്ട് ജസ്റ്റ് ഒരു ഫോട്ടോ. ബ്രൈറ്റ്നസ് ഇല്ല അവിടെ, ഈ സൈഡിൽ നിന്ന് ഒന്നും കേട്ടെടുക്കോ. കിട്ടുന്നുണ്ടോ? അപ്പോഴേക്ക് നിങ്ങൾക്ക് ജെമിനി എന്ന് അറിയില്ലേ? നിങ്ങൾക്ക് ജെമിനി അറിയില്ലേ? ഓക്കെ, ജെമിനി എന്തിനൊക്കെ യൂസ് ചെയ്യാറ്? ഓക്കെ. അപ്പോൾ ജെമിനി ആണ് ഇപ്പോൾ ഫ്രീ ആയിട്ട് നമുക്ക് കൂടുതലായിട്ട് നല്ല ഹൈ ക്ലാരിറ്റി നമ്മൾ പറയുന്നതിനനുസരിച്ച് പ്രോംപ്റ്റ് കൊടുക്കുന്നതിനനുസരിച്ച് ഇമേജസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയ സാധനം. അപ്പോൾ ഇതിലേക്ക് ഇപ്പോൾ നീ ഒന്ന് വാട്സപ്പ് ചെയ്യട്ടാ. അപ്പം നിനക്ക് എന്തെങ്കിലും ഒരു ഐഡിയ ഉണ്ട് അപ്പോൾ ഇതിനെ എങ്ങനെയാണ് ഒരു പ്രൊഡക്റ്റ് ഫോട്ടോഗ്രാഫി ആക്കുക, അല്ലെങ്കിൽ ഇപ്പോൾ ഇതൊക്കെ ഹെവി ആയിട്ട് കുറേ ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ വെച്ച് ചെയ്യേണ്ട സാധനമാണ്. ഇപ്പം നീ അയച്ച ഇമേജാണ് ഇത് അല്ലേ? ഇനി ഇത് നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇതിനെടുത്തിട്ട് ആദ്യം ചാറ്റ് GPT കൊണ്ടുപോയിടാം. ചാറ്റ് GPT യൂസ് ചെയ്യാറില്ലേ? ഇനി ചാറ്റ് GPTനോട് നമുക്ക് ചോദിക്കാം, ഞാനിത് പ്രൊഡക്റ്റ് ഫോട്ടോഗ്രാഫി ആക്കാൻ പ്ലാനുള്ളൊരു സാധനമാണ്, ഇതിൻ്റെ ഒരു ബിസിനസ് മോഡലാണ്, ബിസിനസ്സിൻ്റെ പ്രൊഡക്റ്റാണ്, എനിക്കൊരു പ്രൊഡക്റ്റ് ഫോട്ടോഗ്രാഫി ആക്കണം. അപ്പോൾ ഇത് പ്രൊഡക്റ്റ് ഫോട്ടോഗ്രാഫി ആക്കാൻ വേണ്ടിയിട്ടുള്ള അതിൻ്റെ ഇമേജ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു 10 പ്രോംപ്റ്റുകൾ ജനറേറ്റ് ചെയ്ത് തരാൻ. സാധാരണ നമ്മളിതിന് പ്രോംപ്റ്റ് അടിച്ച് കൊടുക്കാറാണ് ചെയ്യാറ്. അത് വേണമെങ്കിൽ ചെയ്യാം, നമുക്കൊരു ഐഡിയ, ഒരു ക്രിയേറ്റിവിറ്റി ഐഡിയ ഉണ്ടെന്നുണ്ടെങ്കിൽ ചെയ്യാം. ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനോട് തന്നെ പറയാം പ്രോംപ്റ്റ് ഉണ്ടാക്കി തരാൻ. അപ്പോൾ ഞാനിതാ ഇങ്ങനെ ഒരു പ്രോംപ്റ്റ് എടുത്തു. ജസ്റ്റ് ഞാൻ ഇപ്പോൾ ടൈപ്പ് ചെയ്താണ്, ഞാൻ ഇവിടുന്ന് കോപ്പി പേസ്റ്റ് ചെയ്താണ്. അല്ല, ഇംഗ്ലീഷിൽ വേണമെന്നില്ല, ഞാൻ അത് മലയാളത്തിൽ തന്നെ ടൈപ്പ് ചെയ്യാം. എനിക്ക് ഇതിനെക്കുറിച്ച് ഒരു 10 പ്രോംപ്റ്റ്, ഒരു എക്സാമ്പിളായിട്ട് ഒരു 10 പ്രോംപ്റ്റ് കോപ്പി പേസ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഉണ്ടാക്കി തരാമെന്നുള്ളത് മംഗ്ലീഷിൽ നമ്മൾ വാട്സപ്പിലൊക്കെ ചാറ്റ് ചെയ്യുന്ന പോലെ തന്നെ ടൈപ്പ് ചെയ്താലും ഇതിൽ കിട്ടും. ഇപ്പോൾ ഞാൻ ഇംഗ്ലീഷിൽ എടുത്തു. ഐ ഹാവ് ദിസ് പ്രോഡക്റ്റ്, ഐ നീഡ് ദിസ് ടു ബി ക്രിയേറ്റഡ് ആസ് എ പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫ്, ഗീവ് മീ 10 variants for image to be generated with this image so I can create an image with Gemini. ഇത് പ്രൊഫഷണലി അല്ല ഞാൻ കൊടുത്തത്, ജസ്റ്റ് എനിക്ക് തോന്നിയത്, എനിക്കത് ഇതിൻ്റെ ഒരു 10 വേരിയൻസ് വെച്ചാൽ ഫോട്ടോ അല്ല ജനറേറ്റ് ചെയ്ത് തരാം, 10 പ്രോംപ്റ്റ് ജനറേറ്റ് ചെയ്ത് തരാം. ഞാൻ ഇമേജ് കൊടുത്തു, ഇതാക്കി തന്നു. ഇപ്പോൾ സാധനം 10 പ്രോംപ്റ്റുകൾ ഇവിടെ വന്നു. ഇത് നമുക്ക് തന്നെ ആലോചിച്ച് ഉണ്ടാക്കാവുന്നേ ഉള്ളൂ, പക്ഷേ ഇത് ഇരുന്ന് ആലോചിക്കാന്ന് പറഞ്ഞാൽ കുറേ ടൈമാണ്. ഇത് 10 മോഡിലുള്ള, ഇപ്പോൾ ഇതൊരു ഫിറ്റ്നസ് തീമിലേക്കുള്ള ഒരു പ്രൊഫഷണൽ ജിമ്മിന് വേണ്ടിയിട്ടുള്ള, കാരണം ഈ പ്രൊഡക്റ്റ് ഇവർ അനലൈസ് ചെയ്തു. ഇപ്പോൾ ഇതൊരു വാട്ടർ ബോട്ടിലാണ് അല്ലെങ്കിൽ ഒരു തെർമൽ ഫ്ലാസ്ക് ആണ്, അത് എവിടേക്ക് യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിലുള്ള അവരൊരു അനാലിസിസ് ചെയ്തിട്ട് അത് എവിടേക്ക് പറ്റും എന്നുള്ളതിനനുസരിച്ച് ഒരു 10 പ്രോംപ്റ്റ് വന്നു. ഇനി നമുക്കിതിൽ ഫസ്റ്റത്തെ പ്രോംപ്റ്റ് ജസ്റ്റ് ഈ പ്രോംപ്റ്റ് എടുക്കുന്നു. നമ്മൾ എന്ത് ചെയ്യാം, ജെമിനി പോവാം. ജെമിനിയിൽ പോയി, എന്നിട്ട് ഈ പ്രോംപ്റ്റ് നമ്മൾ ഇവിടെ ഇടുന്നു. ഓക്കെ, എന്നിട്ട് ടൂൾസിൽ ക്രിയേറ്റ് ഇമേജ് എന്നുള്ള സാധനം കൊടുക്കുക. ജെമിനി യൂസ് ചെയ്യലില്ലേ? ജെമിനിയിൽ പോവുക, ആ പ്രോംപ്റ്റ് അവിടെ വെറുതെ ഡ്രോപ്പ് ചെയ്യുക. ഇനി നമ്മൾ നിനക്ക് അയച്ചുന്ന ഫോട്ടോ എടുത്തിട്ട് ജസ്റ്റ് ഇവിടെ കൊണ്ടുവന്നിട്ട് ഡ്രോപ്പ് ചെയ്ത് കൊടുക്കുക. അത് ഇവിടെയും ചെയ്യാം. ആഡ് ഫയൽസ് ജെമിനിയിൽ ഇടാം. എന്തിനാ വെച്ചാൽ അവർക്ക് ഒന്നും കൂടി റെഫറൻസ് കിട്ടാനാണ്. ഇതിപ്പോൾ നമ്മൾ ചെയ്തത് ഇങ്ങനൊരു തീമിനെ ഐഡിയ ഉണ്ടാക്കാൻ, ഇത് ഇനി അതിൻ്റെ പ്രൊഡക്റ്റിൻ്റെ റെഫറൻസ് കിട്ടാൻ. ഓക്കെ, ഇനി ഏറ്റവും സിമ്പിളായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇത് കൊടുത്തിട്ട് ഇതൊരു മേക്ക് ഇറ്റ് ആസ് എ പ്രൊഫഷണൽ പ്രൊഡക്റ്റ് ഫോട്ടോഗ്രാഫി എന്ന് കൊടുത്താലും സാധനം വരും. പക്ഷേ ഇത് നമുക്ക് 10 വേരിയൻറ്റിൻ്റെ ഒരു ഐഡിയ കിട്ടി. ഇനി നമുക്ക് ഇങ്ങനെ ഓരോന്ന് നമുക്ക് വേണ്ട മൂഡിനനുസരിച്ച് ചെയ്യാം. എന്നിട്ട് ജസ്റ്റ് സബ്മിറ്റ് കൊടുത്തു. ഇപ്പോൾ ലോഡിങ് നാനോ ബനാന കണ്ടില്ലേ? ഈ നാനോ ബനാനാണ് ഈ ജെമിനൈൻ്റെ ഒരു ഇത്. ഇപ്പോൾ ഈ സാധനം കിട്ടി, ഒരു പ്ലെയിൻ സിമ്പിൾ സാധനം. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതിപ്പോൾ ഈ സാധനത്തിൽ നിന്ന് എടുത്താണ്. ഇത് ഇങ്ങനെ ഒരു വൈറ്റിൽ നമ്മൾ ആക്കാൻ എത്ര ടൈം എടുക്കും ഇല്ലേ? നമ്മൾ ലൈവായിട്ട് ഒറിജിനലായിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ. അതെ, ഇനി നമുക്കൊരു ഫിറ്റ്നസ് തീമിലേക്ക് ഈ വെറുതെ ഒരു പ്രോംപ്റ്റ് കൊടുക്കാം. Ctrl+C ഇവിടെ കൊടുത്തിട്ട് എൻ്റർ കൊടുത്തു.
ഇപ്പോൾ കണ്ട, ഇപ്പോൾ ഇത് സെയിം റെഡ് ബോട്ടിലിനെ ഒരു ജിമ്മിൻ്റെ തീമിലേക്ക് നമ്മൾ കൊടുന്ന്, അപ്പോൾ അതൊരു എസ്തെറ്റിക് ആയിട്ട് സാധനം വന്നില്ലേ. ഇപ്പം നമ്മൾ ജിമ്മിൽ പോയിട്ട് ഫോട്ടോ വെക്കേണ്ട ആവശ്യമില്ല. ഇനി ഇപ്പം ഇത് നമ്മൾക്ക് എന്ത് ചെയ്യാം, വിത്ത് ഇമേജ് അല്ലെങ്കിൽ വിത്ത് ടെക്സ്റ്റും കാര്യങ്ങളൊക്കെ കൊടുക്കാം. ഇപ്പം ഇനി നമുക്ക് ഇനി ഇതിലേക്ക് ആഡ് സം ടെക്സ്റ്റ് which makes it fresh. ഞാൻ വെറുതെ ഒരു പ്രോംപ്റ്റ് കൊടുത്തു, ആഡ് സം ടെക്സ്റ്റ് വിച്ച് മേക്സ് ഇറ്റ് മോർ പ്രൊഫഷണൽ ആൻഡ് ഫീൽസ് ലൈക്ക് എ ജിം പ്രൊഡക്റ്റ് ഇൻ എ മസ്കുലർ ടെക്സ്റ്റ്. എന്നുവെച്ചാൽ ഒരു കുറച്ചുകൂടി ഹെവി ആയിട്ടുള്ള ടെക്സ്റ്റിലുള്ള ഒരു ഇത് കൊടുത്ത് ഒരു എന്തെങ്കിലും കൊടുത്തിട്ട് ഒരു ജിമ്മിൻ്റെ ഒരു പ്രൊഡക്റ്റ് ആയിട്ട് ഒരു ഫീൽ ഉണ്ടാക്കുക. വെറുതെ കൊടുത്തു, എങ്ങനെ വരാൻ നോക്കാമല്ലോ. ഉണ്ടോ, സ്റ്റേ ഹൈഡ്രേറ്റ്. ഇപ്പം ഇത് നമ്മളൊരു ബ്രാൻഡ് കൊടുത്തിട്ടില്ല, ബ്രാൻഡിൻ്റെ ലോഗോ ഒന്നും കൊടുത്തിട്ടില്ല. നമുക്ക് ബ്രാൻഡിൻ്റെ ലോഗോ നമുക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഇവിടെ കൊടുത്തിട്ട് പിന്നെ ഇതിൻ്റെയൊക്കെ മൊത്തം കർവ് ചെയ്തിട്ടുള്ള വരുന്ന രീതിയിലാക്കണമെങ്കിൽ അങ്ങനെ ആക്കാം. ഇപ്പം നമുക്ക് ഒറിജിനൽ പ്രോഡക്റ്റ് ഉണ്ടെങ്കിൽ ആ പ്രോഡക്റ്റ് കൊടുത്താൽ മതി, അല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ ഇനി ലോഗോ കൊടുക്കുക, അതൊക്കെ ചെയ്യാം. ഇപ്പം ഇങ്ങനെ ഒരു സാധനം കിട്ടിയില്ലേ, ഇനി ഇതിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം. ഇപ്പോൾ ഇതൊരു ഒറ്റ പ്രോഡക്റ്റിൻ്റെ നമ്മൾ ജസ്റ്റ് ക്ലാരിറ്റി ഇല്ലാത്തപ്പോൾ ഇതിൻ്റെ ഒറിജിനൽ ഫോട്ടോ ഏതാണ്, ഇതാണ് അല്ലേ. ഈ ഫോട്ടോനാണ് ആര് ഇങ്ങനെ ആക്കി എടുത്തത്. ഇനി നമുക്ക് വേറെ കുറേ 8 എക്സാമ്പിൾസ് ഉണ്ട്, വേണമെങ്കിൽ ട്രൈ ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് ഡൗൺലോഡ് ഫുൾ സൈസിലേക്ക് കൊടുക്കുക. എന്നിട്ട് ഇനി ഇതിനൊന്നും കൂടി എസ്കലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ക്യാൻവ അറിയോ, കേട്ടിട്ടുണ്ട്, യൂസ് ചെയ്യലുണ്ടോ? ഓക്കെ, ക്യാൻവ എന്നുള്ളത് ഗൂഗിളിൽ സെർച്ച് ചെയ്യുക, ഇങ്ങനൊരു പേജ് സ്റ്റാർട്ടാവും. ഗൂഗിൾ അക്കൗണ്ട് വെച്ചിട്ട് വെറുതെ ഒന്ന് സൈനപ്പ് ചെയ്യുക. അപ്പോൾ അതിലേക്ക് കയറും. ഇപ്പോൾ ഇതിലേക്ക് കൂടുതൽ ടെക്സ്റ്റുകളൊക്കെ കൊടുക്കണം. ജെമിനയിൽ ഇപ്പോൾ പുതിയ വേർഷനിൽ നമുക്ക് ഒരുപാട് ടെക്സ്റ്റുകൾ കൊടുക്കാം. പക്ഷേ എന്നാലും നമ്മൾ വേണ്ട രീതിയിലുള്ള ടെക്സ്റ്റോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ അവിടെ ഇപ്പോൾ ലോഗോ കൊടുക്കുക, ഇവിടെ കൊടുക്കുക, ലോഗോ മാറ്റാൻ, ഇതിനൊക്കെ ഒന്നുകൂടി പ്രൊഫഷണൽ ടച്ച് കൊടുക്കാൻ നല്ലത് നമ്മൾ തന്നെ അത് പണിയെടുക്കലാണ്. ഇപ്പോൾ ഒരുപാട് ടെക്സ്റ്റുള്ളൊരു സാധനം കൊടുക്കുന്നുണ്ടെങ്കിൽ ലാഗ് വരും. ലാഗ് വരാൻ വെച്ചാൽ ഹെവി ടെക്സ്റ്റഡ് ആയിട്ട് ഇങ്ങനെ കിടക്കും. ഇപ്പോൾ ആ സാധനം ഇവിടെ നമുക്ക് ഡൗൺലോഡ് ചെയ്തില്ലേ, ഈ ഡൗൺലോഡ് ചെയ്ത സാധനം ഇവിടെ ഉണ്ടാവുമല്ലോ, ഇതിന് ജസ്റ്റ് എടുത്തിട്ട് ഇവിടെ കൊടുത്ത് ഡ്രോപ്പ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത് ക്യാൻവയിലേക്ക് അപ്ലോഡ് ആവും. എന്നിട്ട് ഇപ്പോൾ ഈ സാധനം ഇവിടെ കിട്ടി. അപ്ലോഡ് ആയതിന് ശേഷം അതിനൊന്ന് ക്ലിക്ക് ചെയ്യുക, ഇവിടെ തുറക്കും. ഇത് ഓപ്പൺ ഇൻ എഡിറ്റർ എന്ന് കൊടുക്കുക. കണ്ട, ഇതാണ് ക്യാൻവൻ്റെ ഇൻ്റർഫേസ്. അപ്പോൾ ഇതിൽ ഒരുപാട് ഓപ്ഷനുകളുണ്ട്. ക്യാൻവ പഠിപ്പിക്കുക എന്നുള്ളത് കുറച്ച് പഠിപ്പിക്കാനുള്ളതല്ല, ഇത് നമ്മൾ യൂസ് ചെയ്യുന്നതിനനുസരിച്ച് ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സാധനങ്ങളാണ്. അപ്പോൾ ഇതിൽ പണ്ട് ഫോട്ടോഷോപ്പിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റും അതിൻ്റെ ഒരു ഏകദേശം ഒരു 90% നമുക്ക് ഇതിൽ തന്നെ ചെയ്യാൻ പറ്റും. പക്ഷേ ആർക്കും ചെയ്യാം. ഫോട്ടോഷോപ്പിന് കുറേ ടൂളുകൾ പഠിക്കണം, അതില്ല. ഇതിൽ തന്നെ നമുക്ക് എലമെൻറ്റുകൾ കിട്ടും, ഇമേജസ് കിട്ടും, പിന്നെ കുറേ സാധനങ്ങൾ ഇതിൽ തന്നെ കിട്ടുന്നതുകൊണ്ട് തന്നെ ഇതിലിരുന്ന് ചെയ്യാൻ ഭയങ്കര സുഖമാണ്. പിന്നെ ഫ്രീ ആണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ. പിന്നെ പ്രൊവേഷൻ എടുത്താൽ കുറച്ചും കൂടി കൂടുതൽ കാര്യങ്ങൾ നമുക്ക് കിട്ടും. അപ്പോൾ ഇതാണ് ഇപ്പോൾ നിനക്ക് ഫസ്റ്റായിട്ട് റിലീസ് ചെയ്യാനുള്ള ഒരു പ്രൊഡക്റ്റ് എന്നുണ്ടെങ്കിൽ ഇതിടുന്നു. പിന്നെ ഒരു പ്രശ്നം കണ്ടില്ലേ, ഇപ്പോൾ ഇവിടെ ജെമിനിയിൽ നിന്ന് ക്രിയേറ്റ് ചെയ്ത ഈ ലോഗോ ഇവിടെ ഉണ്ട്. ഇത് നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് ജസ്റ്റ് ഇങ്ങനെ വലിച്ച് ഇവിടുത്തെ പുറത്തേക്ക് ഇടുക. എന്നിട്ട് ഇതിൻ്റെ സെൻറ്ററിലേക്ക് കൊടുത്ത് അലൈൻ ചെയ്യുക. ഇതിങ്ങനെ വേണ്ട, ഈ ഒരു വര അതാണ് അതിൻ്റെ സെൻട്രൽ ലൈൻ. ഈ ഒരു പർപ്പിൾ ലൈൻ ഉണ്ടില്ലേ, ആ പർപ്പിൾ ലൈനിലേക്ക് കൊടുന്ന് ഇങ്ങനെ ഇറക്കിയിട്ടാൽ അതിൻ്റെ സെൻറ്ററിലേക്ക് അലൈൻ ചെയ്തു. അപ്പോൾ അത് ക്രോപ്പ് പോയി. ശരിക്കും ഇത് ക്യാൻവൻ്റെ പ്രോ വേർഷൻ ഉള്ളവർക്ക് ഇവിടെ എഡിറ്റ് എന്നുള്ള ഓപ്ഷനിൽ പോയാൽ ഇവിടെ മാജിക് ഇറേസർ എന്നൊരു സാധനം ഉണ്ട്. അത് ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഇതിങ്ങനെ വരുത്തിയാൽ അത് ഇറേസ് ആയി പോകും. ഒരു മിനിറ്റ്, ഇത് കിട്ടിയില്ലേ. ഇനി ഇതിലേക്ക് നമുക്ക് ടെക്സ്റ്റുകൾ വേറെ എന്തെങ്കിലും എന്താ കൊടുക്കുക, ഒരു ജിം വെച്ചിട്ടുണ്ടല്ലേ, ജിമ്മോ അല്ലെങ്കിൽ വാട്ടറിന് ഡ്രിങ്ക് ഹെൽത്തി, അങ്ങനെ വെറുതെ എന്തെങ്കിലും കൊടുക്കുക. ഇനി ഇതിനെ ഇവിടെ അത് പോയിട്ടിട്ട് നമുക്ക് ടെക്സ്റ്റുകൾ മാറ്റാം. ഇവിടെ 3 ടെക്സ്റ്റുകളുണ്ട്. ഇതിൽ പ്രൊവേഷൻസ് ആണെങ്കിൽ ഒരുപാട് ടെക്സ്റ്റുകൾ കിട്ടും. അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും കൊടുത്തിട്ട് നമുക്ക് ഇതിനെ അവിടെ വെക്കാം, ഇവിടെ വെക്കാം. ഇനി ലോഗോസ് ഇതേപോലെ തന്നെ, ഇപ്പോൾ ഞാൻ നേരത്തെ എടുത്ത പോലെ തന്നെ ഇവിടെ അപ്ലോഡ്സ് ഉണ്ട്. ഇനി എന്തെങ്കിലും ലോഗോ നിനക്ക് ഇതിൻ്റെ കമ്പനീൻ്റെ ലോഗോ ഉണ്ടെങ്കിൽ അത് ഇവിടെ കൊണ്ടുവരാം. ഞാൻ ഇപ്പോൾ ജസ്റ്റ് ഒരു ലോഗോ എന്താ പറയുക, ഏതൊക്കെ ലോഗോ, ഇതൊന്നും ഇടാൻ പറ്റിയതല്ലല്ലോ ലോഗോ.
ഈ ലോഗോ ഒക്കെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുമോ? ഇനി ഇതിന് വേണ്ടിയിട്ടുള്ള ചോദ്യം. ആ വെറുതെ ചോദിക്കാം എന്തിലേക്ക്. ലോഗോ നമുക്ക് ആയി വെച്ചാൽ ലോഗോ നമുക്ക് വെച്ച് തന്നെ ഉണ്ടാക്കാം. ഇപ്പം നമുക്ക് ഇതാ അത് നല്ലൊരു ചോദ്യം, ശരിക്കും നല്ലൊരു ചോദ്യം കേട്ടോ. ഇതാ ഇപ്പം നമ്മൾ ജെമിനൈയിലല്ലോ ഉള്ളേ. ഓക്കെ, ഇനി ഇവിടെ തന്നെ ഇപ്പോൾ ഈ ഇമേജിൻ്റെ താഴെ തന്നെ ക്രിയേറ്റ് എ ലോഗോ ഫോർ ദിസ് പ്രോഡക്റ്റ്, ബ്രാൻഡ് നെയിം ഈസ്, എന്തൊരു ബ്രാൻഡ് നെയിം കൊടുക്കുക? ഇപ്പോൾ ബോട്ടിലല്ലേ നമ്മളെ വെള്ളത്തിൻ്റെ ബിസ്ലറിന് കൊടുക്കാം നമുക്ക്. വേണ്ട, വാട്ടറി എന്ന് വെറുതെ കൊടുത്തു. വാട്ടറി. ഓക്കെ ഓക്കെ. ഓക്കെ, നൈസ് വൺ ഇൻ വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് PNG ഫയൽ. ഈ PNG ഫയൽ ജെമിനി ശരിക്കും തരുമെന്ന് അറിയില്ല, ബട്ട് ChatGPT PNG ഫയൽ തരും. എന്ന് വെച്ചാൽ വൈറ്റിൽ ട്രാൻസ്പെറൻ്റ് ആയിട്ട് കിട്ടും. അപ്പോൾ നമുക്ക് നേരെ ലോഗോ പോയിട്ട് അവിടെ ഡ്രോപ്പ് ചെയ്യാൻ ഈസിയാണ്. ഇപ്പോൾ ഈ ഓക്കെ ഇത് ഇത്രയേ ഉള്ളൂ. നമുക്ക് ഇനിയും വേണമെങ്കിൽ ഇതിൽ തന്നെ ഇങ്ങനെ ഹൈഡ്രേറ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ ജസ്റ്റ് ഡൗൺലോഡ് ചെയ്തു, ഇതിനെവിടെ കൊടുത്തിട്ടു? ക്യാൻവയ്ക്ക് കൊടുത്തിട്ടു. ഇത് ബാക്ക്ഗ്രൗണ്ട് റിമൂവർ പ്രോ വേർഷനിൽ മാത്രമേ ഉള്ളൂ, അതുകൊണ്ടാണ് ഇവിടെ കിട്ടാത്തത്. അല്ലാന്നുണ്ടെങ്കിൽ ശരിക്കും അത് ബാക്ക്ഗ്രൗണ്ട് ഒഴിവാക്കാൻ പറ്റും. ഇനി അല്ല, നമുക്ക് ഇതിൽ ഓൺലൈനിൽ തന്നെ റിമൂവ് ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞ സംഭവങ്ങളുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഇപ്പോൾ ഇതും ഒന്ന് കാണിച്ചു തരാം. ഈ സാധനം ഇട്ടിട്ട് ഞാൻ ഇതിലേക്ക് ജസ്റ്റ് ഇമേജ് കൊടുത്തിട്ടു, ഇതാ റിമൂവ് ചെയ്തു. ഇനി നമുക്ക് ജസ്റ്റ് ഡൗൺലോഡ് ചെയ്താൽ മതി. ഫ്രീ ആയിട്ടുള്ള വേർഷൻ തന്നെ അത്യാവശ്യം ക്ലാരിറ്റി ഉണ്ടാവും. ഇനി ഇതിനെ കൊടുത്തിട്ട് എവിടെ ഇടാം? ക്യാൻവയ്ക്ക് ഇടാം. വേണ്ട, ആ പ്രൊഡക്റ്റ് പോയി. വാട്ടറി. ഇതിൻ്റെ ബ്രാൻഡ് എവിടെയെങ്കിലും വേണമെങ്കിൽ പ്ലേസ് ചെയ്യാം, കുറച്ചും കൂടി നല്ല രീതിയിൽ. ഇപ്പോൾ ഇത് നമ്മൾ ഇമേജിൽ തന്നെ ഉണ്ടായതുകൊണ്ടാണ് ഈ പ്രശ്നം വരുന്നത്. ഇത് നമുക്ക് നമ്മൾ തന്നെ ടെക്സ്റ്റ് ആയിട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് മാറ്റി ചെറുതൊക്കെ വലുതൊക്കെ ഒക്കെ ചെയ്യായിരുന്നു. മനസ്സിലായോ? അപ്പോൾ ഇങ്ങനെയൊക്കെ ഇതിൽ പോസ്റ്ററുകൾ എഡിറ്റ് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് ഒന്നും കൂടി കുറച്ചും കൂടി ക്രിയേറ്റീവ് ആയിട്ടുള്ള സാധനങ്ങൾ. ഇപ്പോൾ ഇത് പ്രൊഡക്റ്റ് ഉള്ളവർക്ക്, പ്രൊഡക്റ്റ് ഇല്ല, കംപ്ലീറ്റ്ലി ഫ്രം സ്ക്രാച്ച് ആയിട്ടൊരു സാധനം ഉണ്ടാക്കണം എന്ന് വെച്ചാൽ നമുക്ക് എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം? ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞേ, എന്തെങ്കിലും ഒരു ക്രിയേറ്റീവ് ആയിട്ട് നമ്മൾ ആരും ചിന്തിക്കാത്ത എന്തെങ്കിലും ഒരു സാധനം. ഒരു തവളച്ചാറ് നോക്കിയാൽ നമുക്ക്. തവളച്ചാറോ? നീ പറഞ്ഞ പോലെ തന്നെ ക്രിയേറ്റ് എ പ്രൊഡക്റ്റ് ഫോട്ടോഗ്രാഫി ഓഫ് എ ഇന്ത്യൻ ഫ്രോഗ് പിക്കിൾ എന്നടിക്കാം. ഓക്കെ, അല്ല, ഇന്ത്യൻ പിക്കിൾ ഓഫ് ഫ്രോഗ്. എന്ത് വരും എന്നറിയില്ല, പോയോക്കാം. കൊള്ളാലോ. തവള ഉണ്ട് അതിൻ്റെ ഉള്ളിലെ. ഉണ്ട്. തവളൻ്റെ കണ്ണ്. വന്ദേവീസ് എന്താ അർത്ഥം അറിയില്ല. പ്രീമിയം ഫ്രോഗ് പിക്കിൾസ്. കണ്ടാ, അല്ലാത്ത ക്രിയേറ്റിവിറ്റി. ഇനി ഇത് ഇപ്പം കണ്ട, ഇപ്പം ഇത് പോസ്റ്ററായിട്ട് തന്നെ സാധനം തന്നെ. ഇപ്പം നമുക്ക് ഇതേപോലെ തന്നെ ഇനിയിപ്പോൾ ഒരു മാങ്ങാച്ചാർ ഉണ്ടെങ്കിൽ മാങ്ങാച്ചാറ് ഒരു ലോഗോ ഒക്കെ കൊടുത്തിട്ട് ഇതിൽ തന്നെ റെഫറൻസ് കൊടുത്തില്ലല്ലോ. ഇതിന് ഞാൻ ജസ്റ്റ് ക്രിയേറ്റ് എ പ്രൊഡക്റ്റ് ഫോട്ടോഗ്രാഫി ഓഫ് ഇന്ത്യൻ ഫ്രോഗ് പിക്കിൾ. ജെമിനി തന്നെ പ്രോംപ്റ്റ് ഡയറക്റ്റ് ആയി കൊടുത്തിട്ട് പ്രൊഡക്റ്റ് ഫോട്ടോഗ്രാഫി കിട്ടും. ഇപ്പം നേരത്തെ നമ്മൾ എടുത്ത ബോട്ടിലില്ലേ, ആ ബോട്ടിൽ തന്നെ ഡയറക്റ്റ് ഇട്ടിട്ട് ഇത് പ്രൊഡക്റ്റ് ഫോട്ടോഗ്രാഫി ആക്കാൻ പറഞ്ഞാൽ നമുക്ക് ഒരു വേരിയന്റിൽ അവർ തരും. അത് ഏതെങ്കിലും ഒരു വേരിയന്റ് ആയിരിക്കും. ഇപ്പോൾ ChatGPTയിൽ നമ്മൾ ചെയ്തത് എന്താ വെച്ചാൽ ഒരു 10 വേരിയന്റ്. ഇപ്പോൾ നമുക്ക് രണ്ടാമത്തെ ജിമ്മിന്റെ മോഡൽ നമ്മൾ ചൂസ് ചെയ്തു. ഇനി ഉണ്ടല്ലോ ഒരു 10 വെറൈറ്റീസ് വേറെ. അപ്പം അതിന് വേണ്ടിയിട്ടാണ് ആദ്യം ഒരു പ്രോംപ്റ്റുകൾ കുറച്ച് ലിസ്റ്റ് തരാൻ പറഞ്ഞത്. എന്നിട്ട് ആ പ്രോംപ്റ്റിനെ കോപ്പി പേസ്റ്റ് ചെയ്തു. ഇനി അല്ല, നമുക്ക് പ്രോംപ്റ്റ് നല്ല വൃത്തിയിൽ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് പ്രോംപ്റ്റ് തന്നെ കൊടുക്കാം. അപ്പോൾ ഇത് കൊള്ളാം, തവളച്ചാർ. ഇനി ഇതിനെ ഇപ്പം ഈ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്തില്ലേ, ഇനി ഇതേപോലെ നമുക്ക് എന്ത് ചെയ്യാം, ക്യാൻവയിലേക്ക് ഇത് കൊടുത്തിട്ട് അതിലും ചെയ്യാം. ഇനി അല്ല, ഇതിൽ തന്നെ നമുക്ക് എന്തെങ്കിലും ഇനി ടെക്സ്റ്റുകൾ ആഡ് ചെയ്യാനോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അതും പറയാം. മനസ്സിലായോ? ഇവിടെ ഇതിൽ ടെക്സ്റ്റുകൾ ആഡ് ചെയ്തിട്ട് അതിൽ ക്രിയേറ്റ് ചെയ്യാനും പറയാം. ഇനി അത് ചെയ്യണോ? ഇനി വേറെ ഇവിടെ അല്ലേ?
ഇപ്പോൾ ഇതാ ജസ്റ്റ് നേരത്തെ പോലെ തന്നെ ഓപ്പൺ എഡിറ്ററിൽ കൊടുത്ത് ഇപ്പോൾ നല്ല തവളച്ചാർ റെഡിയാണ്. അതിനിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇങ്ങനെ ഇട്ടിട്ട് വാട്ടർമാർക്ക് ഒഴിവാക്കാം. അല്ലെങ്കിൽ പ്രൊവേഷൻ ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ അതിൽ എഡിറ്റ് ചെയ്തിട്ട് എന്താ വേണ്ട മാജിക് റേസറിൽ പോയി എറേസ് ചെയ്യാൻ പറ്റും. ഓക്കെ, എന്താ പറയുന്നത് ഇനി ഇതിലെന്താ ചെയ്യാം? ടെക്സ്റ്റ് ചേഞ്ച് ചെയ്യാൻ പറ്റും നമുക്ക് ഇതിൽ ടെക്സ്റ്റോ? ഇതിലെ ടെക്സ്റ്റ് ചേഞ്ച് ചെയ്യാനോ ഒന്നുകിൽ അതിൽ തന്നെ പോയി പറയണം. ജെമിനായി പോയിട്ട് പറഞ്ഞിട്ട് ഹിന്ദി വേണ്ട ഫുള്ളി ഇംഗ്ലീഷ് ആക്കാൻ പറഞ്ഞാലൊക്കെ അതിനനുസരിച്ച് പ്രൊഡക്റ്റ് മാറില്ലല്ലോ. അത് അങ്ങനെ തന്നെ പറഞ്ഞാൽ മതി. ഡോണ്ട് ചേഞ്ച് ദ പ്രൊഡക്റ്റ്, ജസ്റ്റ് ചേഞ്ച് ദ ഇത് എന്നുള്ളത്. അത് ഇനി മലയാളത്തിലാണെങ്കിൽ മലയാളത്തിൽ ടൈപ്പ് ചെയ്താലും മതി. ഇനി മലയാളത്തിൽ ടൈപ്പ് ചെയ്യാം, ഇംഗ്ലീഷിലും ടൈപ്പ് ചെയ്യാം. എന്നിട്ട് ഇനി എന്തുള്ളത്? ഇനി ഇതിൽ ഇതേപോലെ ടെക്സ്റ്റ് എടുക്കുക. നമുക്ക് പ്രീമിയം പ്രോ പിക്സൽസ്. ഓക്കെ, നമ്മൾ മൊത്തം എന്ത് ചെയ്തു? ഒരു വൈറ്റ് കളറൊക്കെ കൊടുത്ത് ഇങ്ങനെ കൊടുത്ത് ഒന്ന് വെറുതെ എന്തെങ്കിലും ഇപ്പം ഇനിയിപ്പോൾ നമ്മൾ ലോഗോ ഉണ്ട്, കാര്യങ്ങളുണ്ട്, അതുണ്ട്. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ക്രിയേറ്റിവിറ്റിയാണ്. നമ്മൾ ഐഡിയ വെച്ചിട്ട് ഇവിടെ ഇങ്ങനെ ഇതാക്കാം. അപ്പം ഇനി ഇത് വേണ്ട. ഇനിയിപ്പോൾ ഇത് നമുക്കിത് പണിയാണ്. ഇപ്പം ഞാൻ ജസ്റ്റ് ഇവിടെ പോയിട്ട് add nice text as to make this as a poster for Instagram. അങ്ങനെ കൊടുത്ത് നൈസ് ടെക്സ്റ്റ് പ്രീമിയം ഫ്രോ പിക്കിൾസ് എന്ന് കൊടുക്കുക. ആസ് ടു മേക്ക് ദിസ് ആസ് എ പോസ്റ്റർ ഫോർ ഇൻസ്റ്റാഗ്രാം. ഇൻസ്റ്റാഗ്രാമിന് വേണ്ടിയിട്ടുള്ള പോസ്റ്റർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആ ടെക്സ്റ്റ് കൊടുക്കുകയാണ്. അപ്പം ഞാൻ അവിടെ ചെയ്തതിൻ്റെ രസവും ഇനി ഇവിടെ ജനറേറ്റ് ചെയ്യുന്നതിൻ്റെ ഒരു മാറ്റം നോക്കാം. ഇതാണ്ട സാധനം മാറിയതാണ്ട. അപ്പം അതൊരു ഇതിൽ വന്നു. പക്ഷേ ഇത് അത്ര പ്രൊഫഷണൽ സാധനമല്ല. നമുക്കിനി ഇവിടെ സൈഡിൽ വന്നാൽ മതി എന്നുള്ള രീതിയിൽ എഴുതാം. ഇതൊന്നും വേണ്ട, ഇത് റിമൂവ് ചെയ്യാൻ പറയാം. അപ്പോൾ അത് ഇതിലേക്ക് ഇനി ഇങ്ങനെ ഐട്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഒരു 10 പ്രോംപ്റ്റ് അങ്ങനെ താക്കി പോകുമ്പോഴേക്ക് നമുക്ക് വേണ്ട ഒരു സാധനം ഏകദേശം ആവും. അത് ഏകദേശം ആയില്ലാന്നുണ്ടെങ്കിൽ ഏകദേശം എവിടെ എത്തുന്നോ അതെടുത്തിട്ട് ബാക്കി ക്യാൻവയിൽ കൊണ്ടുപോയിട്ട് ബാക്കി നമുക്ക് വേണ്ട രീതിയിലുള്ള ചെയ്യാം. എന്നിട്ട് തന്നെ എക്സ്പോർട്ട് ചെയ്യാം, പിന്നെ കംപ്ലീറ്റ് ചെയ്യാം. മനസ്സിലായോ?